ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമ്പനയിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളിടുന്ന ഓരോ യൂട്യൂബിലെ വീഡിയോസും എങ്ങനെ വൈറലാകും അല്ലെങ്കിൽ അതെല്ലാം എങ്ങനെ വ്യൂ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മളെല്ലാവരും യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ചാനൽ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമുക്ക് വ്യൂ വരണം, സബ്സ്ക്രൈബേഴ്സ് വരണം, വാച്ച് അവർ വേണം, ചാനൽ മോണിറ്റൈസേഷൻ ആവണം, ആഡ് വരണം, റവന്യൂ വരണം. ഇതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും ചാനലിലോട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊട്ടും വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. വ്യൂവേഴ്സ് വന്നില്ലെങ്കിൽ പിന്നെ ഒരു പ്രയോജനം ഇല്ലല്ലോ ചാനലിലോട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പൊ തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് അത്യാവശ്യം മനസ്സിലാവുന്ന കുറച്ച് എളുപ്പത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഞാനിതൊക്കെ പഠിച്ചു വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പം കുറച്ചുപേര് ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കത് വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ചാനൽ തുടങ്ങി വരുന്ന യൂട്യൂബേഴ്സിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും. നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പിന്നെ വന്നിട്ടൊന്ന് കമന്റുകളും ചെയ്യണം കേട്ടോ. അപ്പൊ അത്യാവശ്യം നമ്മുടെ ചാനലിൽ റീച്ച് ഉണ്ടെങ്കിലും വീഡിയോസിന് നല്ല റീച്ച് ഉണ്ടെങ്കിലും മാത്രമേ നമ്മുടെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ളൂ. നമുക്ക് മോണിറ്റൈസേഷൻ പോലും ഓൺ ആവത്തുള്ളൂ. വാച്ച് അവർ ആണ് ഇമ്പോർട്ടൻറ്റ്. വാച്ച് അവർ കിട്ടിയാൽ മാത്രമേ ചാനൽ മോണിറ്റൈസേഷൻ ആവൂ. അപ്പൊ നമുക്ക് ഈ വാച്ച് അവർ വേണമെന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സും വേണം. അപ്പൊ ഈ വ്യൂവേഴ്സ് എങ്ങനെ കൂട്ടാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ മൊബൈലൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടിരുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്, അത് എടുത്തോളൂ. അപ്പൊ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഇതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് സൈഡിൽ കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യണം. നമ്മൾ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. കാരണം പുതിയ യൂട്യൂബേഴ്സ് ആണ് ഇത് കൂടുതലും കാണാൻ സാധ്യതയുള്ളത് ഈ വീഡിയോ. അതുകൊണ്ട് അവർക്കൊരു മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ ഞാനൊരു കാര്യം പറയാം. നമ്മളുടെ മോണിറ്റൈസേഷൻ ഓണാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്. മോണിറ്റൈസേഷൻ ആയി വരുന്നവർക്ക് നല്ല സന്തോഷമായിരിക്കും. പക്ഷെ ആ മോണിറ്റൈസേഷൻ നമ്മൾ പോലും അറിയാതെ ഓഫായി പോകാനായിട്ട് ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. യൂട്യൂബ് കുറേ കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ യൂട്യൂബിൽ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കണം, സെർച്ച് ചെയ്തിട്ട് അതനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. എനിക്കിപ്പോൾ അങ്ങനൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം ഈ വീഡിയോയിലും എടുത്ത് പറയുന്നത്. കഴിഞ്ഞൊരു വീഡിയോ ഞാനത് ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നവർ ഇതൊക്കെ നോക്കി കണ്ട് ചെയ്യണം. അപ്പോൾ അതിലൊരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കാണാൻ താല്പര്യമുള്ളവർ കണ്ടുനോക്കും. കാരണം കാണുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം മോണിറ്റൈസേഷൻ ആയി നമ്മൾ കഷ്ടപ്പെട്ട് മോണിറ്റൈസേഷൻ ആക്കിയതല്ലേ. അത് നമ്മൾ പോലും അറിയാതെ ഓഫായി പോയാൽ അത് ഭയങ്കര വിഷമല്ലേ. അപ്പം അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തിട്ട് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് കയറിയിട്ട് YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ മൊബൈലൊക്കെ ചെയ്ത് നോക്കട്ടോ. അപ്പം ഞാനത് സൈഡിലൂടെ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ആദ്യം ക്രോം ഉണ്ടല്ലോ, ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് കയറിയതിന് ശേഷം YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് സെർച്ച് ചെയ്യണം. ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നാണ് അത് സെർച്ച് ചെയ്യണം. അപ്പം നമ്മളത് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ലിസ്റ്റ് വരും. അതിനകത്ത് തന്നെ ഏറ്റവും മുകളിൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യണം. ലോഗിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് അതിനകത്ത് ഓപ്പൺ ആയി വരും. ലോഡായിട്ട് നമ്മുടെ ചാനൽ ഡാഷ്ബോർഡ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഓപ്പൺ ആയി വരും. നമ്മളുടെ ഏതാണോ യൂട്യൂബ് ചാനൽ അതാണ് ഓണായി വരുന്നത്. അതല്ല നിങ്ങളുടെ ചാനലിൻ്റെ അല്ലാതെ വേറെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പാസ്വേഡോ മെയിൽ ID യോ മൊബൈൽ നമ്പർ എന്താ കൊടുത്തിരിക്കുന്നത് വെച്ച് അടിച്ചിട്ട് നിങ്ങളുടെ ചാനൽ അതിനകത്ത് ഓപ്പൺ ആക്കണം. അതിനുശേഷം ഈ ചാനൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിങ്ങനെ വരുമല്ലോ. അപ്പോൾ അതിനകത്ത് ആ സൈഡിൽ കുറേ ഐക്കൺസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 1, 2, 3 മൂന്നാമത്തത് ഏത് പറയുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാവാനാണ്. അപ്പോൾ ഇതിൽ മൂന്നാമത്തത് അതായത് ചാനൽ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ 1, 2, 3 മൂന്നാമത്തെയാണ് കേട്ടോ. അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അപ്പം 4 ഇങ്ങനെ ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ. ഓവർവ്യൂ, കണ്ടന്റ്, ഓഡിയൻസ്, പിന്നെ ട്രെൻഡ്. അതിനകത്ത് ഓഡിയൻസ് എന്ന് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ കണ്ടല്ലോ. ആ ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനകത്ത് എനിക്ക് കാണിക്കുന്നില്ല, അതായത് ടാബിനകത്ത് ഞാനൊന്നും കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. എൻ്റെ ഫോണിൽ കാണിക്കും. അപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേനും അടുത്ത് കുറേ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ, ഒരു വയലറ്റ് കളറിൽ ഇങ്ങനെ കുറേ വരയൊക്കെ വെച്ചിട്ട് എന്നോട് കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്നുണ്ടോ? അത് ഓരോ ദിവസങ്ങളും ഓരോ ദിവസത്തെ ഇപ്പം ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, അങ്ങനെ സാറ്റർഡേ വരെ എല്ലാ ദിവസത്തെയും കാണിക്കുന്നുണ്ട്. അതിൽ ഓരോ വേരിയേഷൻസും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ടോ. അത് നമ്മളുടെ ചാനലിൻ്റെ ഗ്രാഫാണ്. നമ്മളുടെ ചാനലിനകത്ത് ഏതൊക്കെ ടൈമിലാണ് വ്യൂവേഴ്സ് വരുന്നത്, ഏതൊക്കെ ചാനലിലാണ് ഒട്ടും വ്യൂവേഴ്സ് ഇല്ലാത്തതെന്നൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്.
അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഭയങ്കരമായിട്ട് നല്ല ഡാർക്ക് കളറിൽ കൊടുത്തിരിക്കുന്നുണ്ടോ, വയലറ്റ് കളറിൽ. അതാണ് ഏറ്റവും ടോപ്പ് ആയിട്ട് നമ്മളുടെ മോസ്റ്റ് ആയിട്ട് വ്യൂവേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വരുന്ന ഒരു ടൈം അതാണ്. അപ്പോൾ ആ ഒരു ചാനലിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വീഡിയോയ്ക്ക് വ്യൂവേഴ്സും റീച്ചും ഒക്കെ കിട്ടും. അതിൽ ഏറ്റവും ഡൗൺ ആയിട്ട് കാണിച്ചിരിക്കുന്ന ടൈമിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പോലെ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒട്ടും വ്യൂവേഴ്സും കാര്യങ്ങളും ഒന്നും വരാത്തത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഡേറ്റിനനുസരിച്ചും ഓരോ ഡേറ്റിലെ ഗ്രാഫ് പല തരത്തിലായിരിക്കും. എല്ലാ ദിവസവും ചിലപ്പോൾ നമുക്ക് ഒരേ സമയത്ത് കൊടുത്തിരുന്ന ചിലപ്പോൾ അറിയും, പക്ഷെ ചിലർ ഒരേ ടൈമിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. ചിലർക്ക് ചിലപ്പോൾ ഇതൊന്നും ചിലപ്പോൾ സത്യം ആവാതെ ഇരിക്കും. ചിലപ്പോൾ ഞാൻ ഇതൊക്കെ നോക്കിയിട്ടില്ല, നോക്കാതെ വീഡിയോസ് പണ്ടൊക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് കണക്ക് ചില വീഡിയോസൊക്കെ ക്ലിക്കായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നോക്കി നമ്മൾ ചെയ്യുമ്പോൾ ചിലത് ക്ലിക്ക് ആവാണ്ടേ വന്നിട്ടുണ്ട്, എന്നിട്ട് ക്ലിക്ക് ആവുന്നുണ്ട്. അത് പറയാൻ പറ്റില്ല. യൂട്യൂബ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അനലിറ്റിക്സ് ആണല്ലോ യൂട്യൂബിൻ്റെ വീഡിയോസ് എപ്പോൾ ക്ലിക്ക് ആവുന്നുള്ളത്. അപ്പം നമ്മുടെ ചാനൽ നമുക്ക് കാണിച്ചു തരുന്ന വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വേരിയേഷനോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഓഡിയൻസിൽ എങ്ങനെ നമ്മുടെ യൂട്യൂബിലേക്ക് കൊണ്ടുവരും, ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചാനലിലേക്ക് എപ്പോഴാണ് ഏത് സമയത്താണ് വ്യൂവേഴ്സ് വരുന്നതെന്ന് നോക്കിയിട്ട് നമ്മുടെ വീഡിയോസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ചിലതൊക്കെ തലവറിയാണ്, ചിലതൊക്കെ ചില സമയത്ത് നമ്മളെല്ലാം പൊട്ടമാവി കലവറയാണെങ്കിൽ ചിലപ്പോൾ ക്ലിക്ക് ആവും. ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്താൽ പോലും ചിലപ്പോൾ ഒന്നും ക്ലിക്ക് ആയെന്നും വരത്തില്ല. പക്ഷേ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും. എന്തായാലും നമ്മുടെ ചാനലിൽ നമ്മുടെ യൂട്യൂബിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു കാര്യമാണ് ഓഡിയൻസ് എപ്പോഴാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് എപ്പോൾ എങ്ങനെ വൈറലാവാന്നുള്ള ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എപ്പോഴത്തേക്കും പോലെ കണ്ടിട്ട് മാത്രം പോലെ വീഡിയോ ലൈക്ക് ചെയ്യണം. അറിയാത്ത കാര്യങ്ങൾ തുടങ്ങിയവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു ടിപ്പുമായിട്ട് വരാം. പല പല ടിപ്സ് ആയിട്ടൊക്കെ